നമ്മുടെ പൂജാമുറിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ദൈവങ്ങളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീട്ടിലെ പൂജാമുറിയിൽ ശാന്തസ്വരൂപരായ ദൈവങ്ങളുടെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും സ്ഥാപിക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരവും വിശ്വാസപ്രകാരവും ഏറ്റവും ഉത്തമമാണ്. വീട്ടിൽ പോസിറ്റീവ് ഊർജവും ഐശ്വര്യവും നിലനിർത്താൻ സഹായിക്കുന്ന പൂജാമുറിയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ദൈവങ്ങൾ ഒന്ന് ഗണപതിയാണ്. വിഘ്നങ്ങൾ മാറുന്നതിനും എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ നടക്കാനും ഗണപതിയുടെ ചിത്രം നിർബന്ധമായും പൂജാമുറിയിൽ വേണം. മഹാലക്ഷ്മി, കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കാൻ താമരയിൽ ഇരിക്കുന്ന രൂപത്തിലുള്ള ലക്ഷ്മി ദേവിയുടെ ചിത്രം വെക്കുന്നത് വളരെ നല്ലതാണ്. പരമശിവനും പാർവതിയും കുടുംബഭദ്രതയ്ക്കും ദാമ്പത്യ സുഖത്തിനും ശിവപാർവതിമാരുടെ ഒന്നിച്ചുള്ള ചിത്രം അല്ലെങ്കിൽ ശിവ കുടുംബത്തിന്റെ ചിത്രം വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ ശ്രീകൃഷ്ണന്റെയോ രാധാകൃഷ്ണന്റെയോ ചിത്രം വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. സരസ്വതി ദേവി, കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും ജ്ഞാനത്തിനും വിദ്യാലക്ഷ്മിയുടെയോ അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെയോ ചിത്രം പൂജാമുറിയിൽ വെക്കേണ്ടത് നിർബന്ധമാണ്. പരദേവത അല്ലെങ്കിൽ കുലദൈവം അറിയുമെങ്കിൽ കുടുംബത്തിന്റെ പരദേവതയോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദൈവങ്ങൾ ശ്രീ മുരുകനോ അയ്യപ്പനോ നമ്മുടെ ഇഷ്ടദൈവം ആരാണോ അവരുടെ ചിത്രങ്ങളെല്ലാം പൂജാമുറിയിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. പൂജാമുറിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. വെക്കാൻ പാടില്ലാത്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഉഗ്രമൂർത്തികൾ, കാളി, മഹിഷാസുരമർദ്ദിനി, നടരാജൻ തുടങ്ങിയ രൗദ്രഭാവത്തിലുള്ള ദൈവചിത്രങ്ങൾ വീട്ടിൽ വെക്കേണ്ടതില്ല, വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. തകർന്നവ, ചില്ല് പൊട്ടിയതോ അല്ലെങ്കിൽ കീറിയതോ ആയിട്ടുള്ള ചിത്രങ്ങൾ, കേടുപാടുകൾ വന്ന വിഗ്രഹങ്ങളൊക്കെ ഉടനടി മാറ്റണം. അത്തരം ചിത്രങ്ങളും വിഗ്രഹങ്ങളൊന്നും പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. മൺമറഞ്ഞ പൂർവികർ, മരിച്ചുപോയ മാതാപിതാക്കളുടെയോ പൂർവികരുടെയോ ഒക്കെ ചിത്രങ്ങൾ പൂജാമുറിയിൽ ദൈവങ്ങൾക്കൊപ്പം വെക്കാൻ പാടുള്ളതല്ല. അവ മറ്റു ചുമരുകളിലോ സ്വീകരണ മുറിയിലോ ഒക്കെ വെക്കാവുന്നതാണ്. അത് പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ ദൈവത്തിൻ്റെയും ഒന്നിൽ കൂടുതൽ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ അടുത്തടുത്ത് വെക്കാൻ പാടില്ല. അത് ഒരുമിച്ച് അടുത്തടുത്ത് വെക്കാൻ പാടില്ല. വിഗ്രഹങ്ങൾ വെക്കുമ്പോൾ ദിശ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിത്രങ്ങൾ എപ്പോഴും കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് അഭിമുഖമായി ഇരിക്കുന്നത് പോലെ വേണം വെക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ, രാമായണം, മഹാഭാരതം, ഭാഗവതം, ദേവി മഹാത്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങളും പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ട വിഗ്രഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചിത്രങ്ങളെക്കുറിച്ചും വെക്കാൻ പാടില്ലാത്ത ചിത്രങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു.